ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പനീർ ബട്ടർ മസാല റെസിപ്പിയുമായിട്ടാണ്. അപ്പം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു ചെറിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ അൺസാൾട്ടഡ് ബട്ടർ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോള ആഡ് ചെയ്യാം. ഞാനിവിടെ ചെറിയ സൈസ് അതിനെക്കൊണ്ട് തന്നെ 4 എണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഒരു മീഡിയം സൈസ് കാണുന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇത് നല്ല ഫൈനായിട്ട് സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് 3 വറ്റൽമുളകാണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് അത്രയും എരിവ് വേണ്ട, അതിനെക്കൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പം സവാള എടുത്ത സെയിം അളവിൽ തന്നെ നമുക്ക് തക്കാളിയും വേണം. അപ്പം ഞാൻ ചെറിയ സൈസ് അതിനെക്കൊണ്ട് തന്നെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാകും. ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ലാസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 10-15 കാഷ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് മിക്സിയിൽ ഇടേണ്ടിയാണ്, അപ്പം ഒന്ന് തണുത്ത് കിട്ടണം. ഇപ്പം ഇവിടെ ഓൾമോസ്റ്റ് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഒരു ഇച്ചിരി ബട്ടർ കൂടി ആഡ് ചെയ്യാം. ശേഷം നമുക്ക് ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ വെള്ളം. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പം ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഇവിടെ കാശ്മീരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗരം മസാല വേണം. പിന്നെ വേണ്ടതാണ് മെയിനാണ് ഇൻഗ്രീഡിയൻറ്റ് കസൂരി മേത്തി. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ലൈറ്റായിട്ടൊരു തിളയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതാണ് ഫ്രഷ് ക്രീം. അപ്പം ഫ്രഷ് ക്രീം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഒരു തിളയൊക്കെ വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് തിള വന്നാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഡെക്കറേറ്റ് ചെയ്യുമ്പം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.